സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള ചരിഞ്ഞു നോട്ടം തുടരുന്നു. ചില ഘടകകക്ഷി മന്ത്രിമാർ തങ്ങൾക്ക് ലഭിച്ച ഉദ്യോഗസ്ഥരെ കൊണ്ട് തോറ്റു. വേറെ കുഴപ്പമൊന്നുമില്ല, സ്വന്തം ജന്മദിനം വരെ സർക്കാർ പരിപാടിയാക്കും. ഗതാഗത മന്ത്രിയുടെ ആവശ്യപ്രകാരം ഒടുവിൽ ഉദ്യോഗസ്ഥനെ തന്നെ മാറ്റുകയായിരുന്നു. മേലെ പൊന്മയിലാകാശം പൂപ്പന്തൽ കെട്ടുന്നു, താഴെ കാറ്റിൻ ചെല്ല കൈകൾ താളം കൊട്ടുന്നു. മേലെ പൊന്മയിലാകാശം പൂപ്പന്തൽ കെട്ടുന്നു, താഴെ കാറ്റിൻ ചെല്ല കൈകൾ താളം കൊട്ടുന്നു. ജന്മദിനം ആഘോഷിക്കുന്നതിനും തെറ്റൊന്നുമില്ല, അത് ആഘോഷിക്കുക തന്നെ വേണം. പക്ഷേ അത് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലാകുമ്പോൾ അത് ഗൗരവമുള്ളൊരു പ്രശ്നം. മോട്ടോർ വാഹന വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ജില്ലയിൽ തന്നെ ഈ പരിപാടി ആവിഷ്കരിക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇവിടെ ഉള്ളവരുടെ മനസ്സ് വളരെ സിമ്പിളാണ്, കുറുക്കടല്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരെ വിഷമിപ്പിക്കാനും പറ്റും, സന്തോഷിപ്പിക്കാനും പറ്റും. എൻ്റെ സ്വന്തം ജന്മദിനത്തിൽ ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് എൻ്റെ സ്വന്തം സ്റ്റാഫിന് ഒരു മുട്ടായി കൊടുത്തു. പക്ഷേ അത് തെറ്റായി പ്രചരിക്കപ്പെട്ടു. ആ തെറ്റായ ധാരണ പറഞ്ഞതിനാൽ ഞാൻ ചെയ്ത ആ ആഘോഷ വിതരണത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിന്നെ കൊല്ലാനല്ല, വളർത്താനാ കൊണ്ടുപോകുന്ന. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായി ഇല്ല. എല്ലാം ശരിയാക്കാൻ പലയിടത്തും മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ഉദ്യോഗസ്ഥരെയും പോലീസിനെയും കണക്കിന് ഉപദേശിച്ചു. ശബരിമലയിൽ സീസൺ തുടങ്ങും മുമ്പ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭക്തി മുഖ്യമന്ത്രി നേരിട്ട് മനസ്സിലാക്കി. ഇപ്പോൾ ഒരു VIP ദർശന സംവിധാനം ഇവിടെയുണ്ട് എന്നാണ് തോന്നുന്നത്. VIPകൾക്ക് വേഗം കാണാനുള്ള ഒരവസരം ഇവിടെയുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അത് അവസാനിപ്പിക്കേണ്ടതാണ്. അതായത് ഒരു 250 രൂപ നൽകിയാൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് പാസ് നൽകുക. കാശുള്ളവന് മുന്നിൽ നിന്ന് കാണാം. 1000 രൂപ ടിക്കറ്റും 500 രൂപ ടിക്കറ്റുമൊക്കെ ശബരിമലയിൽ നടക്കില്ല. ഇതില് ഗോപാലകൃഷ്ണന്റെ രാഷ്ട്രീയം കുറച്ച് പുറത്തു വന്നതാണ് ഇപ്പോൾ. അത് നിങ്ങളിപ്പോ ഗൗരവമായിട്ട് കാണണ്ട. കാര്യങ്ങള് നമ്മളിവിടെ അവലോകനം ചെയ്യാനാണ് ഇരിക്കുന്നത്. അവലോകനത്തിന്റെ രീതിയിലേക്ക് നമുക്ക് കടക്കാം. രാഷ്ട്രീയത്തില് കുറച്ച് പരുക്കനായിട്ട് പറയുന്ന രീതി ചിലർക്കുണ്ടാവും. ഞാനും അത്ര മോശക്കാരനല്ല ആ കാര്യത്തിൽ എന്നാണ് എന്നെക്കുറിച്ച് ഇതേവരെയുള്ളൊരു ധാരണ. ശ്രീയപ്പൻ അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായി യോഗ തപസ്യ ചെയ്യുകയാണ്. ആ യോഗ തപസ്യയ്ക്ക് അലോരസമുണ്ടാക്കരുത് എന്നതുകൊണ്ട് മാത്രമാണ് 2 മാസത്തെ ദർശനം വെച്ചത്. പിന്നെ സാധിക്കുന്നതാണോ സാധിക്കുന്നതല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെയാ? അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. കടക്കാതിരിക്കലാണ് നല്ലത് എന്നുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഞാനൊരു ഭക്തനായിട്ടാണ് ഇവിടെ വന്നത്. ശരി ശരി ശരി, അല്ല ഭക്തനല്ല ആ കാര്യം തീരുമാനിക്കുന്നത് സാധാരണ. എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. വിവാദ മഹോത്സവം വരും ദിവസങ്ങളിലും തുടരും. ഇനി ശ്രീനിവാസന്റെ സന്ദേശം. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഞാൻ നാട്ടിലെത്തി അയാൾക്ക് വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ എൻ്റെ വോട്ട് രാവിലെ തന്നെ വേറെ ആരോ ചെയ്തു. നടൻ ശ്രീനിവാസൻ ജനാധിപത്യ വിശ്വാസിയാണ്. പക്ഷേ ജനാധിപത്യം ഇതുവരെ തിരഞ്ഞിട്ടും ഒരിടത്തും കണ്ടില്ല. ശ്രീനിവാസൻ കാണാതെ പോയതാവില്ല.
ഉണ്ടായിട്ട് വേണ്ടേ കാണാൻ? ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ ഞാൻ ജനാധിപത്യം എവിടെയും ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഉള്ളത് ഗുണ്ടാധിപത്യമാണ്, അല്ലെങ്കിൽ പണാധിപത്യമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ശ്രീനിവാസന് വിശ്വാസം നഷ്ടമാകാൻ കാരണം ജനാധിപത്യ വോട്ട് കാരണമാണ്. ശ്രീനിവാസന്റെ സ്വന്തം നാടായ കണ്ണൂരിൽ കള്ള വോട്ടിനെ ജനാധിപത്യ വോട്ടെന്നാണ് പറയാറ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഞാൻ നാട്ടിലെത്തി അയാൾക്ക് വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ എൻ്റെ വോട്ട് രാവിലെ തന്നെ വേറെ ആരോ ചെയ്തിരിക്കുന്നു. അതെന്ത് ജനാധിപത്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. തെരഞ്ഞെടുപ്പിൽ 14 വോട്ട് ഒരു ദിവസം ചെയ്ത ആളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. മനുഷ്യർക്ക് തേക്കും, പക്ഷെ അപ്പം തന്നെ മരിച്ചടയ്ക്കും. അങ്ങനെ 14 വോട്ട്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു വിരൽ വല്ലാതെ എരിയുന്നു. രജനീകാന്ത് വരെ രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് സൂചന നൽകിക്കഴിഞ്ഞു. ഇനി ശ്രീനിവാസൻ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയം ശുദ്ധീകരിക്കാൻ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ മുന്നേറ്റം പ്രതീക്ഷിക്കാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ജൈവ കർഷകരുണ്ട്, പരിസ്ഥിതി പ്രവർത്തകരുണ്ട്. ഇവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടാവണം. ആ മുന്നേറ്റത്തിലൂടെ ആരോട് പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ മുന്നേറ്റത്തിലൂടെ യഥാർത്ഥ ജനാധിപത്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ അധികാരത്തിന്റെ, നമ്മൾക്ക് എല്ലാവർക്കും അധികാരം കിട്ടുന്നത്. എനിക്ക് MLA ആവാനോ മുഖ്യമന്ത്രി ആവാനോ വേണ്ടി അല്ല ഞാൻ പറയുന്നത്. കാരണം എനിക്കതിനുള്ള യാതൊരു യോഗ്യതയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ കൂട്ടത്തിൽ ഒരാളായി, ഒരു പ്രവർത്തകനായി ഞാനും ഉണ്ടാവും. വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.